നമുക്ക് കിരണിന്റെ കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് അമലുവിനോട് കല്യാണി പറഞ്ഞു, അമലു, എനിക്കൊരു വിശ്വാസമുണ്ട് ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കൂന്ന്. ആ ഒരു വിശ്വാസത്തിലാണ് ഞാന്. ഇനി അവന് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. അത് കേട്ടപ്പോ അമലു പറഞ്ഞു, എനിക്ക് പേടിയുണ്ട് ചേച്ചി എന്ന് പറയാ. എന്തിനാ പേടിക്കണേ? നീ ധൈര്യമായിട്ടിരിക്കുക. വന്ന് കിടക്കാൻ പറയണം. അല്ലേ ചേച്ചി, അവര് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആഹാരം എടുത്തു കൊടുക്കണ്ടേ? അതിന്റെ ആവശ്യമൊന്നുമില്ല, അവര് പുറത്തുനിന്ന് കഴിച്ചിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അമലുവിനെ വിളിച്ചോണ്ട് മുറിയിലേക്ക് പോയി. ആ സമയത്ത് ഗംഗാപ്രസാദും കൂട്ടുകാരനും കൂടി ഇരിക്കുകയാണ്. ഗംഗ പറഞ്ഞു, ഇതുവരെയായിട്ട് അവൻ വന്നില്ലല്ലോടാ, ഇനി അവനെങ്ങാനും പോലീസ് പിടിച്ചോന്ന് ചോദിച്ചു. അതും അറിയത്തില്ല. എടാ, വിശന്നിട്ട് കണ്ണ് കാണത്തില്ല, ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തേ, തൊട്ടടുത്തൊരു തോടുണ്ട്, നമുക്കൊരു കാര്യം ചെയ്താലോ, വല്ല ചൂണ്ടയിട്ടാലോ, വല്ല മീനും കിട്ടുമെന്ന് നോക്കാം. എടാ, വല്ല പാരലും പള്ളത്തിയെ കിട്ടിയിട്ട് എന്താവാനായിട്ടാ? വിശപ്പ് മാറണ്ടേ? നമുക്കൊരു കാര്യം ചെയ്യാം, അക്കരയ്ക്ക് വല്ല നീന്തിയാലോ എന്ന് ചോദിക്കുക. എന്നിട്ടോ? അല്ല, നീന്തുന്ന സമയത്ത് നമുക്ക് നോക്കാം വല്ല പറമ്പോ മറ്റോ അവിടെ ഉണ്ടോന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ എളുപ്പം. അവിടെ ചിലപ്പോ വല്ല കപ്പയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വല്ല കപ്പയും പറിച്ച് ചുട്ടുകന്ന് ആ കൂടെ നമുക്ക് തേങ്ങക്കറിയില്ലാണ്ട് രണ്ട് തേങ്ങ ഇടാം. എങ്ങനെയുണ്ട്? അതൊക്കെ തിന്ന് തൽക്കാലത്തേക്ക് വിശപ്പടക്കാന്ന് പറഞ്ഞു. ഇത് കേട്ടിഞ്ഞപ്പോ കൂട്ടുകാരൻ പറഞ്ഞു, അത് ശരിയാ, ഒന്നൊരു കാര്യം ചെയ്താലോ, നമുക്ക് ഒരു കോഴിനെ കൂടെ സംഘടിപ്പിച്ചാലോ? എടാ, കോഴിനെ പിടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഈ സമയം അപകടവാ, ചിലപ്പോ നമുക്ക് പിടി വീണാ അതോടുകൂടി തീരും. ഓ, അത് ശരിയല്ലേ. എടാ, എനിക്ക് എന്റെ പെണ്ണിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് കിരൺ എനിക്ക് എന്റെ പെണ്ണിനെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ടെന്ന് ഗംഗാപ്രസാദ് പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോ കൂട്ടുകാരൻ പറഞ്ഞു, എടാ, പെണ്ണിനെ കാണാൻ പോയിട്ടുണ്ടെങ്കിലേ നിന്റെ കാലത്ത് ഒരു തീരുമാനമാവും. പോലീസുകാരും കിരണമൊക്കെ നോക്കി നടക്കുമല്ലേ, പോരാത്തതിന് എല്ലാത്തരത്തും നിന്റെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓ, അത് ശരിയായിട്ടുള്ള കാര്യ. എന്നാലും പോലീസുകാരുടെ കൈ പെടുന്നേക്കാളും കഷ്ടകാലം ആ കിരണിന്റെ കൈ പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് ഓർത്തിട്ട് മാത്രമേ പേടിയുള്ളൂ. അവനെ മാത്രം എനിക്ക് പേടിയുള്ളെന്ന് പറയണം. എന്നാ ശരി, നീ വാ, നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അമ്മ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോയി. ഇതേ സമയത്ത് രാഹുലും വിക്രവും ജയിലിൽ സംസാരിക്കുകയാണ്. രാഹുൽ വിക്രത്തോട് പറഞ്ഞു, മിക്കവാറും ആ മനോഹർ ഉണ്ടല്ലോ, അവന്റെ കഥ കഴിച്ചു കാണുമായിരിക്കും എന്റെ മോള്. എന്റെ മോൾക്ക് അതിനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടാ, ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുത്ത് കാണുമായിരിക്കും. അത് കേട്ടൻ വിക്രം പറഞ്ഞു, അല്ല, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കോ? ഉറപ്പായിട്ട് സംഭവിച്ചു കാണുമായിരിക്കും എന്ന് പറഞ്ഞു. മുമ്പുണ്ടല്ലോ ആ കല്യാണി ഒന്നുമല്ലായിരുന്നു, എന്റെ മോളുടെ പേരിലായിരുന്നു ഈ RS കൺസ്ട്രക്ഷന്. സാരിയോ കൺസ്ട്രക്ഷൻ എന്നായിരുന്നു എന്റെ പേര്. സാരിയോ കൺസ്ട്രക്ഷൻ പിന്നീട് മാറിയിട്ട് RS കൺസ്ട്രക്ഷൻ ആയിട്ട് മാറിയത്. ആ സമയം കല്യാണി അതിന്റെ തലപ്പത്ത് എത്തി എന്റെ മോള് ഒന്നും അല്ലാതായി തീർന്നു. അത് കേട്ട് കഴിഞ്ഞപ്പം വിക്രം പറഞ്ഞു, ആദ്യമേ തുടക്കത്തിൽ തന്നെ തടയണായിരുന്നു അങ്കിളിന് അറിയായിരുന്നല്ലോ, കല്യാണിയും കിരണും തമ്മിൽ അടുപ്പത്തിലായിരുന്നു, അപ്പോഴേ തടയേണ്ട ആയിരുന്നല്ലോ. അതെ, അതാണ് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം, അന്നേ തടയിടണമായിരുന്നു. എന്റെ മോളെ അവനെ കൂടെ ഒന്നിപ്പിക്കുമായിരുന്നു ചെയ്യേണ്ടിയിരുന്നേ, പക്ഷെ അത് സംഭവിച്ചില്ല. എന്ത് ചെയ്യാനാ? ആദ്യം പാലുമായിട്ട് അവൾ അങ്ങോട്ടേക്ക് വന്നേ, പിന്നീട് അവൾ അവിടുത്തെ പാചകക്കാരിയായി. അങ്ങനെ അവൾ ഉണ്ടാക്കുന്ന ആഹാരത്തിൽ കിരൺ വീണുപോയി. അങ്ങനെയല്ലേ കിരൺ അവളെ ഇഷ്ടപ്പെട്ടേന്ന് ചോദിച്ചു. അത് കേട്ടപ്പം വിക്രം പറഞ്ഞു, അതിന്റെ ക്രെഡിറ്റ് എന്റെ അമ്മൂമ്മയ്ക്കാ. എന്റെ അമ്മൂമ്മ അവളെ പാചകം പഠിപ്പിച്ചേ, എന്റെ അമ്മയെ പോലെ എന്റെ അമ്മൂമ്മയെ പഠിപ്പിച്ചേ. ദോഷം പറയരുതോ, കാരണം അവൾ ഉണ്ടാക്കുന്ന ആഹാരം അത്രയ്ക്ക് നല്ല ആഹാരമാ, ആരും ഒരു ദോഷവും പറയത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ രാഹുൽ പറഞ്ഞു, അവളെ ആദ്യമേ തന്നെ തീർക്കണമായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ പ്രധാനമായിട്ട് എന്റെ മനസ്സിലൊരു ആഗ്രഹമുള്ളൂ, അവളുണ്ടല്ലോ കാർത്തിക, അവളുടെ വിവാഹം നടക്കാൻ പാടില്ല. ഗംഗേട്ടൻ പുറത്തുണ്ടല്ലോ, എങ്ങനെയെങ്കിലും ആ വിവാഹം മുടക്കണം. ഗംഗേട്ടൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഒരു വാർത്ത മാത്രമേ കേൾക്കാൻ പാടുള്ളൂ, കല്യാണം മുടങ്ങി, അവളെ തീർത്തെന്നുള്ള. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സമാധാനം ആവത്തുള്ളൂ. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോ രാഹുൽ പറഞ്ഞു, നമുക്ക് നോക്കാം എന്താ ഏതാ എങ്ങനെയാന്ന്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടാവും മനോഹറിന്റെ കാര്യത്തില് എന്നങ്ങനെ വിക്രത്തോടും പറഞ്ഞു. പിന്നീട് ദിലീപിന്റെ അമ്മയും ദിലീപിന്റെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് രേണു പറഞ്ഞു, എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. അവന്റെ കാര്യം ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. ഒരുപക്ഷെ ഈ കല്യാണം നടത്തണമെങ്കിൽ അവന്റെ കാര്യം കഴിഞ്ഞിട്ട് മതിയായിരുന്നു, ഒന്നെങ്കിൽ അവന് പോലീസ് പിടിയിലാവണമായിരുന്നു, അല്ലെങ്കിൽ അവന്റെ കഥ കഴിച്ചെന്നുള്ള വാർത്ത കേട്ടിട്ട് മതിയായിരുന്നു ഈ കല്യാണം. അങ്ങനെയാണെങ്കിൽ എന്റെ വാസുവേട്ടൻ ഒന്നും സംഭവിക്കില്ലായിരുന്നു പറഞ്ഞു. അപ്പോഴേക്കും ദിലീപിന്റെ കൂട്ടുകാർ പറഞ്ഞു, ഇങ്ങനെയൊന്നും നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല അമ്മേ, അതെല്ലാം അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചല്ലേ, ആർക്കും ഇത്ര ഒരു ചിന്ത പോലും മനസ്സിലുണ്ടായിരുന്നില്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ദിലീപ് അങ്ങോട്ടേക്ക് വരുന്നത്. ദിലീപ് വന്നിട്ട് പറഞ്ഞു, അതെ, ഇപ്പൊ എന്നെ കിരൺ വിളിച്ചു വെച്ചതുള്ളൂ, അവര് ആ ഗംഗാപ്രസാദിനെ അന്വേഷിച്ച് പോയിരിക്കുക, അവനെ എങ്ങനെയും കൈ കിട്ടിയിട്ടുണ്ട് തീർക്കുമെന്നും പറഞ്ഞാ പോയിരിക്കുന്നേ. അത് കേട്ടപ്പോ രേണു പറഞ്ഞു, എടാ മോനെ, ഇതൊക്കെ റിസ്ക് അല്ലേന്ന് ചോദിക്കുകയാണ്. റിസ്ക് ഏറ്റെടുത്താലോ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ അമ്മേ, അല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, കാർത്തിയുടെ അച്ഛന്റെ കാര്യം കാർത്തി അറിഞ്ഞിട്ടില്ല. കാർത്തിയുടെ അച്ഛൻ എന്ത് പറ്റി എന്ന് ചോദിക്കണം. അപ്പോഴേക്കും പറഞ്ഞു, ഈ കാര്യങ്ങളെ കല്യാണം നടക്കില്ല എന്നുള്ള വാർത്ത കേട്ടുകഴിഞ്ഞപ്പോ അദ്ദേഹം വീണു പോയതാ. ഓഡിറ്റോറിയത്തിലായിരുന്നു, കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. അപ്പൊ തന്നെ വീണു. നേരെ ICUല കൊണ്ടുപോയിരിക്കുന്നത്, അവിടെ അഡ്മിറ്റാ. പക്ഷെ വീട്ടിൽ കാർത്തൂനോ കല്യാണിക്കോ ആർക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല.
കല്യാണം നടക്കില്ലെന്ന് തന്നെ അദ്ദേഹം ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റിയില്ല. എന്തൊക്കെ പ്രശ്നങ്ങളോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അമ്മയ്ക്കറിയാലോ. അതാ പറഞ്ഞ ഈ വിവാഹം നടക്കണോന്ന്. ഈ വിവാഹം നടത്താതിരിക്കാൻ വേണ്ടിയിട്ടല്ല അവൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നേ. എന്ത് വന്നാലും എന്റെ ജീവൻ പോയാലും ഞാൻ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ പോയില്ല. അത് കേട്ടപ്പോ രേണു പറഞ്ഞു, അല്ല മോനെ, അവനെപ്പോലെ ദുഷ്ടൻ എന്തിനും ചെയ്യാൻ മടിയില്ലാത്തവനാ. ആയിക്കോട്ടെ അമ്മേ, പക്ഷെങ്കിൽ അവന്റെ മുന്നിൽ നമ്മൾ തോറ്റു കൊടുക്കണോ? ഒരിക്കലും ഞാൻ തോൽക്കില്ല. ഞാനിത് ശപഥം ചെയ്ത് കഴിഞ്ഞ കാര്യ. എന്റെ ജീവൻ പോയാലും എനിക്ക് പ്രശ്നമില്ല. ഈ കല്യാണത്തിന് ഞാൻ പിന്മാറില്ല. ഞാൻ അവളുടെ കഴുത്തിൽ താലി ആർത്തു എന്നും പറഞ്ഞിട്ട് ദിലീപ് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. പിന്നീട് ദിലീപ് പുറത്തു വന്നിരിക്കുന്ന സമയത്താണ് ദിലീപിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. ആ മെസ്സേജ് വായിച്ചു കഴിഞ്ഞപ്പോൾ ദിലീപിന് ഒട്ടും സഹിച്ചില്ല. ദിലീപിന് ആകെപ്പെടെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നുവാണ്. അപ്പോഴേക്കും കൂട്ടുകാരൻ അങ്ങോട്ട് വന്നു. കൂട്ടുകാരൻ കാണിച്ച ആ മെസ്സേജ് ഗംഗാപ്രസാദ് അയച്ച മെസ്സേജ് ആയിരുന്നു. എടാ മോനെ ദിലീപേ, നിന്റെ അച്ഛന് ആദരാജ്ഞികള്. ഇനി ഒരു കാര്യമുണ്ട്, നിനക്കും കൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കാനായിട്ട് എനിക്ക് അവസരം ഉണ്ടാക്കി തരല്ലേ. ആ കല്യാണത്തിന് പിന്മാറുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കൂട്ടുകാരന്മാര് പറഞ്ഞു, ഇതൊരു ഭീഷണിയാണല്ലോടാ ദിലീപ് എന്ന് പറഞ്ഞു. അതെ, അവൻ എന്നെ ഭീഷണിപ്പെടുത്തുക. ഞാൻ ഈ കല്യാണത്തിന് പിന്മാറാനായിട്ട് ഒരിക്കലും അത് നടക്കില്ല. അപ്പോഴേക്കും ഒരു കൂട്ടുകാരൻ പറഞ്ഞു, അങ്ങനെയാണ് സൂക്ഷിക്കണം. അവൻ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ട്. നിന്നെ ആയിരിക്കും അവൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അവൻ ചെയ്യട്ടെ. അവൻ എത്ര ചെയ്യുന്നു പറഞ്ഞാലും ഇനി എന്നെ നല്ല ആരെയും കിട്ടാനായിട്ട് പോകുന്നില്ല. അപ്പോഴേക്കും ഒരുത്തൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, നീ ഈ മെസ്സേജ് കിരണ് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അവൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാലോ. അപ്പോഴേക്കും ദിലീപ് പറഞ്ഞു, അങ്ങനെ പെട്ടെന്നൊന്നും അവനെ പിടികൂടാൻ പറ്റില്ല. അവനിപ്പം എവിടെയോ ഒളിച്ചു നടക്കുന്നുണ്ട്. അല്ല, അവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും അറിയാവുന്നതല്ലേ? പത്രത്തിലൊക്കെ വായിച്ചല്ലേ അവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അവൻ എവിടെയെങ്കിലും ചെന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ ഫോൺ അടിച്ചു മാറ്റാൻ അതിവിദഗ്ധന. ഒരു ഓട്ടോറിക്ഷ കയറിയിട്ടുണ്ടെങ്കിൽ അയാളുടെ മൂക്കടിച്ച് പരത്തിയിട്ട് ഓട്ടോറിക്ഷ കൊണ്ട് കടന്നു കളയും. അതുപോലെ അവന്റെ സ്വഭാവം. അതുകൊണ്ട് അവന് ഫോൺ മാറ്റി അവനെ വിളിച്ചോണ്ടിരിക്കും, മെസ്സേജ് അയച്ചോണ്ടിരിക്കും. ഇപ്പൊ തന്നെ ഈ നമ്പറിലേക്ക് ഞാൻ വിളിച്ചു നോക്കിയായിരുന്നു ഈ മെസ്സേജ് കണ്ടു കഴിഞ്ഞപ്പം. പക്ഷെ എങ്കിൽ അങ്ങനെ നമ്പർ നിലവിലില്ലെന്നാ പറയണേ. അതാ പറഞ്ഞേ, അവന് സിമ്മൊക്കെ മാറ്റാനായിട്ട് ഭയങ്കര എളുപ്പമാ. അവനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. ഇനിയിപ്പൊ ഈ ഫോണും സിമ്മും ആയിരിക്കില്ല അവന് ഉപയോഗിക്കുന്നത്. അപ്പോഴേക്കും കൂട്ടുകാരന്മാര് ചോദിച്ചു, അല്ല ഇനിയിപ്പൊ എന്ത് ചെയ്യൂടാ? എന്ത് ചെയ്യാനായിട്ടാ? ഞാൻ കല്യാണത്തുനിന്ന് പിന്മാറുന്നു കരുതിയിട്ട് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത്. പക്ഷെങ്കിൽ എന്റെ ജീവൻ പോലും ഞാൻ മാറത്തില്ലടാ. അവനെ പോലുള്ള ഒരുത്തിനെ പേടിച്ച് മാളത്തിൽ ഒളിച്ചിരിക്കേണ്ട കാര്യമില്ല. അവൻ ശരിക്കും പറഞ്ഞാൽ ഭീരുവാണ്. അവൻ നേരിട്ട് വന്ന് യുദ്ധം ചെയ്യാനുള്ള ധൈര്യമൊന്നും അവനില്ല. അതല്ലേ അവന് ഒളിച്ചും പാത്തും നടക്കുന്നേ. അവനിനി എന്റെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൻ ജീവനോടെ പോകത്തില്ലടാ. എന്തിനു വേണ്ടിയിട്ടാണോ അവനീ കല്യാണം മുടക്കാൻ ശ്രമിച്ചേ, ആ കാര്യം നടക്കുക തന്നെ ചെയ്യും. അതായിരിക്കും ഞാൻ അവനിട്ട് കൊടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ പണിയെന്ന് പറഞ്ഞു. സമയത്ത് ഗംഗാപ്രസാദും കൂട്ടുകാരനും കൂടെ ഒരാളൊഴിഞ്ഞ് വീടിന്റെ അടുത്തേക്ക് വരുവാണ്. അപ്പൊ റോഡ് സൈഡിലാണ് ആ വീട്. പിന്നീട് പറഞ്ഞു, അതെ ഇതാ ഞാൻ പറഞ്ഞെന്ന് പറയാണ്. ഗംഗാപ്രസാദിനോട് ഈ വീടിന്റെ കാര്യത്തെക്കുറിച്ചാ പറഞ്ഞു. ഇത് കണ്ടോ, അവിടെ 2-3 തെങ്ങുണ്ട്. പൊക്കം കുറഞ്ഞ തെങ്ങാണ്. അപ്പൊ അതിനകത്തുനിന്ന് 3-4 കരിക്കിടുവാണെങ്കിൽ നമുക്ക് കുടിക്കുക, ദാഹവും മാറും, വിശപ്പും മാറും എന്ന് പറയണ. ഒരു കാര്യം ചെയ്യാം, ഞാനത് ഇറങ്ങി വെട്ടിത്തരാം, നീ അത് പിടിച്ചാൽ മതി എന്ന് പറയണ. ശരി എന്ന് ഗംഗാപ്രസാദ് പറഞ്ഞു. പിന്നെ ഇവിടെ ആളില്ലല്ലോ അല്ലേ? ഇല്ല, ആളൊന്നും ഇല്ലാന്ന് പറയണ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമ്മളെ ആരും കാണാൻ പാടില്ല. വണ്ടി ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകുന്നു പറയാം. അല്ല എല്ലാവരും ഇപ്പൊ ഉറങ്ങി കാണല്ലേ? ഇപ്പൊ സമയം 10-11 മണി ആയി കാണത്തില്ലേ? അതെ, 10-11 മണി ആയി കാണുമായിരിക്കും. പിന്നെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഒരു വാർത്ത ഇന്ന് ഞാൻ കണ്ടായിരുന്നു ഗംഗാപ്രസാദ് പറഞ്ഞു. എന്ത് വാർത്ത? അല്ല, ഇന്ന് സൂര്യന് ഭൂമിയിൽ നിന്ന് കുറെ അകന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ തണുപ്പ് കൂടും, അതുകൊണ്ട് ആൾക്കാരൊക്കെ പുറത്തിറങ്ങാനായിട്ട് ഇത്തിരി മടിയായിരിക്കും എന്ന് പറയണം. അത് ശരിയാ, അങ്ങനെയാണ് കാര്യങ്ങൾ എളുപ്പമാന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, കൂട്ടുകാരൻ ആദ്യം മതിൽ ചാടുവാണ്, അകത്തേക്ക് ചാടി. അപ്പൊ രണ്ടുപേരും ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, ആർക്കും തിരിച്ചറിയാതിരിക്കാൻ പാകത്തിന്. പിന്നീട് ഗംഗാപ്രസാദും പുറമെ ചാടാൻ തുടങ്ങുവാണ്. അവൻ പോയ പുറകെ തന്നെ. അപ്പോഴേക്കുമാണ് കിരണും രതീഷും ഒക്കെ കാരണം അങ്ങോട്ട് വരുന്നത്. അവർ വന്നു നോക്കുമ്പോൾ ഒരുത്തനാണ് മതിൽ ചാടാൻ തുടങ്ങുന്നു. കിരൺ സാറെ ഞങ്ങൾ നോക്കിയേ, ഇതെന്താ ഇവൻ മതിൽ ചാടാൻ നോക്കണേന്ന് ചോദിക്കുക. വല്ല കള്ളന്മാരും ആണോ? കിരൺ പറഞ്ഞു, അങ്ങനെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയണം. അപ്പോഴേക്കും ഗംഗാപ്രസാദ് നോക്കിക്കഴിഞ്ഞപ്പോ ഒരു കാറ്. ദൈവമേ, പെട്ടെന്ന് ഒരു ചിന്ത മനസ്സിലുണ്ടായി. അപ്പത്തേക്കും മതിൽ ചാടാൻ പറ്റിയില്ല. മതിൽ ചാടാതെ എന്ത് ചെയ്യുവാണ്, ഓടുവാണ് റോഡിൽ കൂടെ. പുറകെ തന്നെ കിരൺ രതീഷും ഒക്കെ. രതീഷ് പറഞ്ഞു, കിരൺ സാറെ പെട്ടെന്ന് തന്നെ വണ്ടി വിട്ടോ, അവനെ പിടികൂടണം, അവനെ നമുക്ക് വിടാൻ പാടില്ല എന്ന് പറയണം. അങ്ങനെ അവരുടെ പിന്നാലെ പോയി. അതേസമയം കാർത്തിയുടെ അടുത്തേക്ക് കല്യാണി വന്നു. കല്യാണിയെ കണ്ടു കഴിഞ്ഞപ്പോ കാർത്തി ചോദിച്ചു, അല്ല അച്ഛൻ എന്താ കല്യാണി എന്റെ അടുത്തേക്ക് വരാത്തെ? എന്നെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണോ? അത് കേട്ടപ്പം കല്യാണി പറഞ്ഞു, അതെ കാർത്തിയേച്ചിനെ കണ്ടു കഴിയുമ്പോ അച്ഛന് സങ്കടമാ. അതുകൊണ്ട് അമ്പലനടയിൽ പോയിരിക്കുന്നേ. ഈ കല്യാണം നടക്കില്ല എന്നൊക്കെ അച്ഛന്റെ മനസ്സിലൊരു തോന്നലുണ്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോ കാർത്തിക പറഞ്ഞു, ഈ കല്യാണം നടക്കണ്ട, അതാ എന്റെ ആഗ്രഹം. കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ പലരുടെയും ജീവൻ ആവത്താ. അവൻ ഇപ്പോഴും പുറത്തല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ കല്യാണി പറഞ്ഞു, കാർത്തിയേച്ചി വിഷമിക്കണ്ട, ഉറപ്പായിട്ടും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവനെ പിടികൂടും, കിരണേണ്ണൊക്കെ പോയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഉറപ്പായിട്ടും പിടികൂടും എന്ന് പറഞ്ഞു.
എന്നാലും കല്യാണി എനിക്ക് നല്ല പേടിയുണ്ട്. ഞാൻ കാരണമല്ലേ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നേ. ഒരു പക്ഷേങ്കില് ഞാൻ ഈ തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു. ദിലീപേട്ടനുള്ള വിവാഹത്തിന് സമ്മതിക്കാൻ പാടില്ലായിരുന്നു. ചേച്ചി എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയണേ? ഇതൊക്കെ കേട്ട് കഴിയുമ്പോ എല്ലാവർക്കും സങ്കടവും. ഇനിയിപ്പൊ ചേച്ചി കല്യാണത്തിന് പിന്മാറിയിട്ടുണ്ടെങ്കിൽ അവനല്ലേ ജയിക്കാൻ പോന്നെ, ആ ഗംഗാപ്രസാദ്. ദിലീപേട്ടൻ ഒന്നും അല്ലാതായി തരില്ലേ? ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ദിലീപേട്ടൻ ചേച്ചിയുടെ കഴുത്തിൽ താലി ആർത്താന്ന് പറഞ്ഞില്ലേ, അതന്നെ ഒരു മഹാഭാഗ്യം എന്നാ ഞാൻ കരുതുന്നേ. ദിലീപേട്ടൻ ചേച്ചി അത്ര ഇഷ്ടമായതുകൊണ്ടാ ഈ കല്യാണത്തിന് സമ്മതിച്ചത് പോലും. എന്നിട്ടോ ഇപ്പൊ ചേച്ചി ഇങ്ങനെ പിന്മാറുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർത്തി പറഞ്ഞു, എനിക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും കല്യാണി, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദിലീപേട്ടന്റെ അമ്മയെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? അവരൊക്കെ എന്നെ കുറിച്ച് എന്തായിരിക്കും കരുതുന്നേ? സാരമില്ല, തൽക്കാലത്തേക്ക് ചേച്ചി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എന്റെ അമ്മയെ ഇല്ലാതാക്കി, അതുപോലെ തന്നെ അമലുവിന്റെ അച്ഛനെ ഇല്ലാതാക്കി. എത്ര പേരെ കൊന്ന ദുഷ്ടനവന്. അവൻ ഇനി ഭൂമി ജീവനോടെ ഉണ്ടാകാൻ പാടില്ല. അവനെ കയ്യിൽ കിട്ടും. ധൈര്യമായിട്ടിരിക്കുക ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കാർത്തികനെ ആശ്വസിപ്പിക്കുകയാണ്. ആ സമയത്ത് ഗംഗാപ്രസാദിന്റെ പിന്നാലെ കാർ ഓടിച്ച് ചെല്ലുവാണ് കിരണും രതീഷും ഒക്കെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.